1989 സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ഒരു പത്രപരസ്യം തിരുവനന്തപുരത്തുകാരനായ എസ് രാധാകൃഷ്ണൻ കാണാനിടയായി. CVN കളരിയിലെ ശ്രീ ഗോവിന്ദൻകുട്ടി നായരുടെ കീഴിൽ കളരി അഭ്യസിച്ചിരുന്ന രാധാകൃഷ്ണൻ ആ പരസ്യത്തിൻ്റെ ചുവട് പിടിച്ച് ഡൽഹിയിലേക്ക് വണ്ടി കയറി. ആയോധന കലകളിൽ പ്രാവീണ്യമുള്ളവരെ തിരഞ്ഞെടുത്ത് ഫെൻസിംഗ് പരിശീലിപ്പിക്കുക എന്നതായിരുന്നു പരസ്യത്തിൻ്റെ ലക്ഷ്യം. അതിലൂടെ ഇന്ത്യയുടെ ഫെൻസിംഗ് ചരിത്രവും ആദ്യ പ്രകാശം കണ്ടു. ഞാൻ രാധാകൃഷ്ണൻ, ഫെൻസിംഗ് കോച്ച്, ഇപ്പോൾ കേരള സ്പോർട്സ് കൗൺസിലിൽ വർക്ക് ചെയ്തു. ആൻസ് ഉൾറിച്ച് സാനിക് എന്ന് പറഞ്ഞ അദ്ദേഹമാണ് ജർമ്മൻ ഒരു എക്സ്പെർട്ടാണ്, ഫെൻസിംഗ് എക്സ്പെർട്ടാണ്. അദ്ദേഹമാണ് ഫെൻസിംഗ് സ്റ്റാർട്ട് ചെയ്തത്. അതിൻ്റെ കൂടെ ഞാൻ കോച്ച് അണ്ടർ സ്റ്റഡിയായിട്ട് അറ്റാച്ച് ചെയ്തു. 89 സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ സ്പെഷ്യൽ ഏരിയ ഗെയിംസ് എന്ന ഗണത്തിൽ 6 മത്സര ഇനങ്ങൾ തിരഞ്ഞെടുത്ത് അവയ്ക്ക് വേണ്ട പ്രത്യേക പരിശീലനം നൽകാൻ തീരുമാനിച്ചു. ഇവയിൽ ഫെൻസിങ്ങിന് വേണ്ടി കേരളത്തിലെ കളരിപ്പയറ്റ് അഭ്യാസികളെയും മണിപ്പൂരിൻ്റെ ആയോധന കലയായ താങ്തയിൽ പ്രാവീണ്യമുള്ളവരെയും ക്ഷണിച്ചു. ഉൾറിച്ച് തിരികെ മടങ്ങിയ ശേഷം റഷ്യൻ സ്വദേശിയായ ട്രിവ്ലോ ചുമതലയേറ്റു. അദ്ദേഹത്തിൻ്റെ കീഴിൽ 1 വർഷത്തെ ഫെൻസിംഗ് ട്രെയിനിങ് ഇന്ത്യയിൽ സജ്ജീകരിച്ചു. ഫെൻസിംഗ് ചാമ്പ്യൻഷിപ്പുകൾ നടത്തി രാജ്യമെമ്പാടും ഈ കായിക ഇനത്തെ പ്രശസ്തമാക്കുന്നതിൽ ട്രിവ്ലോ നിർണായകമായ പങ്കുവഹിച്ചു. ട്രിവ്ലോയുടെ മടക്കത്തോടെയാണ് യുക്രൈൻ സ്വദേശിയായ വ്ളാഡിമർ ഡ്രിക്കോവ് ഫെൻസിങ്ങിൻ്റെ നേതൃത്വം ഏറ്റെടുക്കുന്നത്. 1994 ചരിത്രത്തിലാദ്യമായി ഫെൻസിംഗ് നാഷണൽ ഗെയിംസിൻ്റെ ഭാഗമായപ്പോൾ ഡയറക്ടർ ജൂറിയായിരുന്നത് അദ്ദേഹമാണ്. പിന്നീട് രാധാകൃഷ്ണൻ്റെ ഒറ്റയാൾ പോരാട്ടമാണ് ഇന്ത്യൻ ഫെൻസിങ്ങിനെ ചരിത്രത്തിൽ രേഖപ്പെടുത്തിയത്. രാജ്യത്തിൻ്റെ അതിർത്തികൾ കടന്ന് ശ്രീലങ്കയിലും നേപ്പാളിലും രാധാകൃഷ്ണൻ ഫെൻസിങ്ങിനെയും കൊണ്ടു നടന്നു. ഭാരതത്തിലെ വിവിധ സംസ്ഥാനങ്ങളിലും ഫെൻസിങ്ങിനെ പരിചയപ്പെടുത്തുക എന്ന ദൗത്യം രാധാകൃഷ്ണൻ സ്വന്തം ചുമലിൽ പേറി. 10 വർഷങ്ങൾ കൊണ്ട് കേരളത്തിലും രാധാകൃഷ്ണൻ ഫെൻസിങ്ങിൻ്റെ വിത്തുകൾ പാകി. ഫെൻസിങ്ങിൽ 3 തരം വെപ്പൺസ് ഉണ്ട്. ഒന്ന് ഫോയിൽ, എപ്പേ, സാബർ. ഈ ഫോയിലിൽ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. അതിൻ്റെ 14 മീറ്റേഴ്സ് ലെങ്തിൽ 2 മീറ്റേഴ്സ് ബ്രെഡ്ത്തിൽ എന്ന പിസ്റ്റിലാണ് നമ്മൾ ചെയ്യുന്നത്. ഒരു ബൗട്ട് എന്ന് പറയുന്നത് 3 മിനിറ്റ്, കൺസിസ്റ്റിംഗ് ഓഫ് 5 ഹിറ്റ്സ്, 5 പോയിന്റ്. ഒരു ഹിറ്റ് കൊണ്ടാൽ 1 പോയിന്റേ കിട്ടുകയുള്ളൂ. അല്ല ബോക്സിംഗ് പോലെ മൂക്കിലിടിച്ചാൽ ആ ഒരു ഇതിലെ പോയിന്റ് ഒന്നുമില്ല. അങ്ങനെ ഒരു വ്യത്യാസം. ഒരു ഹിറ്റിന് 1 പോയിന്റ്. ആ കളി സ്റ്റോപ്പ് ചെയ്യുന്നു, പിന്നെ ഇതിൽ സ്റ്റാർട്ട് ചെയ്യുന്നു. ഇങ്ങനെയാണ് കളിക്കുന്നത്. അപ്പോൾ എപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുൾ ബോഡി ടാർജറ്റാണ്. ഫുൾ ബോഡി ടാർജറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും ശരീരത്തിൻ്റെ തല തൊട്ട് കാല് വരെ എവിടെ വന്ന് കുത്തിയാലും ശരി തന്നെ പോയിൻ്റായിട്ട് കണക്കാക്കും. പിന്നെ റൂൾസും കാര്യങ്ങളൊക്കെ എപ്പോൾ അധികം കുറവായിരിക്കും. പിന്നെ ഫോയിലും സാബറും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ്സ് ഫുൾ ഓഫ് റൂൾസ്. ഓക്കെ, അതെന്ന് വെച്ച് കഴിഞ്ഞാൽ കൺവെൻഷണൽ വെപ്പണാണ്. കൺവെൻഷൻ യൂസ് ചെയ്ത് തന്നെ അത് കളിക്കേണ്ടി വരും. സാബർ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ബെൽറ്റിൻ്റെ മുകളിൽ കൈയുടെ റിസ്റ്റ് എക്സ്ക്ലൂഡഡ് ആണ്. ബാക്കിയുള്ള ഭാഗങ്ങൾ മൊത്തവും സാബറിൽ നമുക്ക് ടാർഗറ്റ് ഏരിയ ആയിട്ട് കൂട്ടാം, ഇൻക്ലൂഡിങ് മാർക്ക്. ഓക്കെ, ഫോയിൽ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ടോർസോ റീജിയൻ മാത്രമേ ഉള്ളൂ, ബാക്കും ഫ്രണ്ടും മാത്രം. ഓക്കെ, എക്സ്ക്ലൂഡിങ് ആംസ്. അപ്പോൾ അതുപോലെ തന്നെ മദർ ഓഫ് ഫെൻസിംഗ് എന്ന് പറയുന്നത് ഫോയിൽ എന്ന് പറയുന്ന ഇവൻ്റാണ്. അപ്പോൾ ആദ്യമായിട്ട് ഒരു കുട്ടിയെ വന്നു കഴിഞ്ഞാൽ ആ കുട്ടിയെ ഫോയിൽ ചെയ്യിപ്പിച്ച് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ കുട്ടിക്ക് പിന്നീട് നമുക്കിപ്പം അവരുടെ ബോഡി പോസ്റ്ററും അവരുടെ റിഫ്ലക്ഷനും എല്ലാം നോക്കിയതിന് ശേഷം അവരെ നമുക്ക് എപ്പയിലോട്ടോ അല്ലെന്നുണ്ടെങ്കിൽ സാബറിലോട്ടോ നമുക്ക് മാറ്റാവുന്നതാണ്.
ഇൻഡിവിജ്വൽ എന്ന് പറയുമ്പോഴത്തേക്കും 15 പോയിൻ്റ് ഗെയിമാണ്. അപ്പോൾ മൊത്തം 9 മിനിറ്റ്സ് കളിയാണ്. അതിലിപ്പോൾ 3 മിനിറ്റ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ 1 മിനിറ്റിൻ്റെ ഇൻ്റർവൽ ഉണ്ട്, വീണ്ടും 3 മിനിറ്റ്സ്, അത് കഴിഞ്ഞാൽ 1 മിനിറ്റിൻ്റെ ഇൻ്റർവെൽ, വീണ്ടും 3 മിനിറ്റ്സ്. അങ്ങനെയാണ് നമ്മുടെ ഗെയിം പോകുന്നത്. ചില പ്ലേയേഴ്സ് ഈ ഫസ്റ്റ് 3 മിനിറ്റ്സ് തന്നെ 15 പോയിൻ്റ് എടുത്ത് കളി ജയിക്കാറുണ്ട്. അല്ലെങ്കിൽ ഇപ്പോൾ ലാസ്റ്റ് ടൈം ഔട്ട് ആവാറുണ്ട്. അതായത് ഈ 9 മിനിറ്റ് കഴിഞ്ഞാലും 14 ഓൾ ആണെന്നുണ്ടെങ്കിൽ ടൈം ഔട്ട് വിളിച്ചിട്ട് രണ്ടാമത് ടോസ് ചെയ്യും. ടോസ് ചെയ്തിട്ട് ആർക്കാണോ പ്രയോറിറ്റി കിട്ടുന്നത് അയാൾ 1 മിനിറ്റ് ഡിഫെൻഡ് ചെയ്യണം. ഒപ്പോണൻറ്റ് 1 പോയിൻ്റ് എങ്ങനെയെങ്കിലും എടുക്കണം. ടീം ഗെയിം എന്ന് പറയുന്നത് 45 പോയിൻറ്റിൻ്റെയാണ്. 2008 ഒരു സ്റ്റേറ്റ് ചാമ്പ്യൻഷിപ്പിൽ മദ്രാസിൽ ചെന്നൈയിൽ ഉള്ള ടൂർണമെൻറ്റിൽ വേറെ ഏതോ ഒരു സ്കൂളിൽ വെച്ചാണ് സംഭവം നടന്നത്. അവിടെ നടന്ന ഈ സ്റ്റേറ്റ് ചാമ്പ്യൻഷിപ്പിൽ ഇതുപോലെ കളിച്ച് മാസ്ക് ഇല്ലാതെ കളിച്ചതിൽ വന്നാൽ കണ്ണിൽ പെനിട്രേറ്റ് ചെയ്ത് കുട്ടി ഓൺ ദ സ്പോട്ടിൽ മരിക്കുകയാണ് ചെയ്തത്. ഈ കാറ്റോസ്ട്രോഫി ഇഞ്ചുറി മേ കാസ് അപ് ടു ഡെത്ത് അതുവരെ ആവാമെന്നുള്ളതാണ്. കാരണം പൊട്ടുകയാണെങ്കിൽ വെപ്പൺ പൊട്ടി നേരെ ദേഹത്ത് കൊള്ളുകയാണെങ്കിൽ നിശ്ചയമായിട്ടും ഒരു കാറ്റോസ്ട്രോഫിക് ഇഞ്ചുറി വരും. ചിലപ്പോൾ മരണം വരെ സംഭവിക്കാമെന്നുള്ളതാണ്. ഫെൻസിങ്ങിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ എക്വിപ്മെൻറ്റ് ഓറിയൻറ്റഡ് ഗെയിംസിൽ എക്വിപ്മെൻറ്റ്സ് ഇല്ലാതെ നമ്മൾ ചെയ്തിട്ട് യാതൊരു പ്രയോജനമില്ല. ഇവിടെ നമുക്ക് ഒരു വകയില്ല. വളരെ വ്യക്തമായിട്ട് ആരുടെയും പറയാൻ എനിക്ക് ഒരു മടിയില്ല. ഞാൻ പറയുകയും ചെയ്യും. ആര് ചോദിച്ചാലും പറയും. തുറന്ന് പറയുന്ന കൂട്ടത്തിലാണ് ഞാൻ ഇതുവരെ തുറന്ന് പറഞ്ഞിട്ടുമുണ്ട്. ഞാനിപ്പോൾ ഇവിടെ പ്രാക്ടീസ് കൊടുക്കുന്നത് സ്പോർട്സ് കൗൺസിലിൽ RCC സെൻറ്ററിൽ ചെയ്തിട്ടുണ്ട്. PT ഉഷയുടെ കോച്ചിങ് സെൻറ്ററിൽ ആ ടർസിന മണ്ടയിലാണ് നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നത്. അതൊരു ഉചിതമായിട്ടുള്ള സ്ഥലമൊന്നുമല്ല. പിന്നെ വർഷങ്ങളായിട്ട് ഞാൻ പറഞ്ഞില്ല 1999 മുതൽ ഞാൻ അവിടെ പ്രാക്ടീസ് കൊടുക്കുന്നു. 10-20-21 വർഷം കൊണ്ട് അവിടെ പ്രാക്ടീസ് കൊടുക്കുന്നുള്ളൂ. അതവിടെ കണ്ടിന്യൂ ചെയ്ത് പോകുന്നുണ്ട്. അവിടെയും നമുക്കുള്ള തടസ്സം എന്ന് പറയുന്നത് വെപ്പൺസാണ്. ഇലക്ട്രോണിക് വെപ്പൺസ് ഇല്ലാത്ത രീതിയിൽ നമുക്ക് പ്രാക്ടീസ് ചെയ്ത് ബെനിഫിറ്റ് ഇല്ല. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യുന്നതിൻ്റെ പോയിന്റ് കൊടുക്കുന്നു, ഹിറ്റ് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കാൻ ഇലക്ട്രിക്കൽ എക്വിപ്മെൻറ്റ് വേണം. അവിടെ മെറ്റാലിക് പിസ്റ്റ് വേണം, ഇലക്ട്രോണിക് അപ്പാരറ്റസ് വേണം. ഇതൊന്നും നമുക്കില്ല. ഉള്ളതെല്ലാം കൊണ്ടുപോയിട്ടുണ്ട്. ഇവിടെ ഒന്നുമില്ല. നാഷണൽ ഗെയിംസിന് കൂടെ വരുത്തി എന്ന് പറയുന്നുണ്ട്. അത് എങ്ങോട്ട് പോയെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. ഗവൺമെൻറ് നമ്മളൊക്കെ സഹായിക്കില്ല എന്ന് പറയില്ല, വന്നാലും പോരാ. നമുക്ക് എക്വിപ്മെൻറ്റ് ധാരാളം വേണം. അതുപോലെ ഇൻഫ്രാസ്ട്രക്ചർ നമുക്കില്ല. നമ്മൾ എവിടെയെങ്കിലും പോയി തറയിൽ പോയി ചെയ്യുകയോ അല്ലെങ്കിൽ നമ്മൾ സിമെൻറ്റ് തറയിൽ പോയി ടർസിന മണ്ടയിൽ ചെയ്യുക, ഇതൊന്നും പ്രയോജനമൊന്നും ഇല്ലാത്ത കാര്യമാണ്. ഇൻഡോർ ഹാൾ തന്നെ വേണം. ആ ഇൻഡോർ ഹാള് കംപ്ലീറ്റ്ലി AC ആയിരിക്കണം. കാരണം നമ്മൾ ഇടുന്ന ഡ്രസ്സ് അതാണ്. നമുക്കുള്ള ഒരു പ്രശ്നം അതാണ്. നമ്മളെ ഇന്ത്യയിൽ തന്നെ ടോട്ടലി എടുക്കാം. നമ്മൾ സായിലുമാണ് ഏറ്റവും കൂടുതൽ ഫെസിലിറ്റീസ് കൊടുക്കുന്നത്. അതേസമയത്ത് കേരളത്തിന് അത്ര വലിയ ഫെസിലിറ്റീസ് ഒന്നുമല്ല. ഉള്ള ഫെസിലിറ്റീസ് വെച്ച് മാനേജ് ചെയ്ത് പോകുന്നുള്ളതാണ്. നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, എവിടെ എക്വിപ്മെൻ്റ് ഉണ്ടോ അവിടെ മെഡൽ ഉണ്ടെന്നുള്ളത് കറക്റ്റാണ്. ശരിക്കും പറഞ്ഞാൽ 10-12 ലക്ഷം രൂപയ്ക്ക് നമ്മൾ നാഷണൽ ഗെയിംസിന് വാങ്ങിച്ചതിന് ശേഷം ഇന്ന് വരെ നമ്മൾ വാങ്ങിച്ചിട്ടില്ല. ആ നാഷണൽ ഗെയിംസിന് വാങ്ങിച്ച സാധനങ്ങളെല്ലാം എറണാകുളത്ത് കൊണ്ടുപോയി എന്നാണ് പറയുന്നത്. എവിടെ പോയി എന്താണെന്ന് ചോദിച്ചിട്ട് ആരും പറയുന്നില്ല. അത് അസോസിയേഷൻ മുഖാന്തരമാണ് അത് കൊണ്ടുപോയത്. അത് ആർക്ക് കൊടുത്തുന്നോ ആർക്ക് കളിക്കാൻ കിട്ടിയിരുന്നോ ഒന്നും നമുക്കറിയില്ല. അതുകൊണ്ട് എക്വിപ്മെൻറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ ഗെയിം ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാതെ തറയിൽ സിമെൻറ്റ് തറയിൽ ചെയ്യുക ഇതൊക്കെ വളരെ ഇഞ്ചുറീസ് വരുന്നതാണ്. ഓരോ പ്രാവശ്യം വരുമ്പോൾ നമ്മൾ ഈ ചെയ്യുന്ന സമയത്ത് കാലിന് കേടുവരുന്നുണ്ട്, അല്ല തലയ്ക്ക് ഇത് എഫക്റ്റ് ചെയ്യുന്നുണ്ട്. ബോഡിയിൽ എക്വിപ്മെൻ്റ് ഇല്ലാതെ, ജാക്കറ്റ് ഇല്ലാതെയും മാസ്ക് ഇല്ലാതെയൊക്കെ ചെയ്യുന്നത് നമ്മുടെ ശരീരത്തിനും കേടാണ്. ഓരോ കുത്തൊക്കെ വരുമ്പോഴത്തേക്ക് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത് 500 grams പ്രഷർ എന്നാണ് ഒരു ഫോയിലിന് പറയുന്നത്. എപ്പോഴേക്ക് 750 grams പ്രഷറാണ് പറയുന്നത്. സാബറിന് ബീറ്റ് ആൻഡ് ഹിറ്റ് ഈസ് ഓൾസോ വാലിഡ്. ഇതൊന്നും നമ്മൾ അടിയെന്ന് പറയുന്നത് നമ്മുടെ കൈക്ക് കിട്ടുന്ന ഒരു സാധനമാണ്. നമ്മൾ അടിക്കുന്നത് കൊണ്ട് നമുക്ക് പറയാൻ പറ്റില്ല. പതുക്കെ ഒന്നും വരില്ല. ചിലപ്പോൾ നല്ല ഊക്കിന് വരും. നല്ല ഊക്കിന് ഹിറ്റ് നല്ലപോലെ വെയിറ്റുള്ള വരും. 1000 grams അതിൻ്റെ അപ്പം മുകളിലൊക്കെ വരാം, നല്ല രീതിയിൽ വരാം. അഥവാ പൊട്ടിയാൽ എക്വിപ്മെൻറ്റ്സ് ഉണ്ടെങ്കിൽ, നമുക്ക് ആർമർ ഉണ്ടെങ്കിൽ നമുക്ക് പ്രശ്നമില്ല, നമുക്ക് പേടിക്കേണ്ട കാര്യമില്ല. സ്പോർട്സ് ഹോസ്റ്റലും RCCയും വളരെ ഡിഫറൻ്റാണ്. കേരള സ്പോർട്സ് കൗൺസിലിന് കീഴിലെ ഫെൻസിംഗ് കോച്ചിംഗ് സെൻ്ററുകളെ റീജിയണൽ കോച്ചിംഗ് സെൻ്ററുകളെന്നും സ്പോർട്സ് ഹോസ്റ്റലുകളെന്നും രണ്ടായിട്ടാണ് തരംതിരിച്ചിട്ടുള്ളത്. ഇതിൽ സ്പോർട്സ് ഹോസ്റ്റലുകളിൽ എല്ലാവിധ അടിസ്ഥാന സൗകര്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ RCCയിലാകട്ടെ താമസ സൗകര്യമില്ല. കേരളത്തിലാകെ വയനാട്, ഇടുക്കി, എറണാകുളം, കണ്ണൂർ എന്നീ ജില്ലകളിൽ മാത്രമാണ് ഹോസ്റ്റൽ സംവിധാനമുള്ളത്. RCC റീജിയണൽ കോച്ചിങ് സെൻറ്ററിൽ വരുന്ന കുട്ടികൾ എന്ന് പറയുന്നത്
അന്നന്ന് വരുന്ന കുട്ടികൾ പല സ്ഥലത്തു നിന്ന് വരുന്ന കുട്ടികളാണ്. ബസ് കിട്ടിയാൽ കിട്ടി, വന്നാൽ വന്നു, വന്നില്ലെങ്കിൽ നമുക്കൊന്നും പറയാൻ പറ്റില്ല. അതേസമയത്ത് ഹോസ്റ്റലിലുള്ള ആ കുട്ടികൾ അതല്ല. അവർക്ക് നമ്മൾ ഗവൺമെൻറ് പ്രൊവൈഡ് ചെയ്യുന്ന ഹോസ്റ്റലുണ്ട്, ഫുഡുണ്ട്, കോച്ചുണ്ട്, വെപ്പൺസ് ഉണ്ട്. അപ്പോൾ അവർ കറക്റ്റ് പ്രാക്ടീസ് അതിന് നമുക്ക് നോക്കേണ്ട കാര്യമൊന്നുമില്ല. അവർക്കേ മെഡൽ കിട്ടുള്ളൂ. ബിക്കോസ് അവർ പ്രൊഫഷണലായിട്ട് ട്രെയിൻ ചെയ്ത് വരുന്ന ഒരു കുട്ടികളാണ്. സൗകര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ സെൻട്രൽ ഗവൺമെൻറ് കൊടുക്കുന്നത് പോലെ കേരള സ്റ്റേറ്റ് സ്പോർട്സ് കൗൺസിൽ കൊടുക്കണമെന്നില്ല. ഇപ്പോൾ നമ്മുടെ സെൻട്രലിൻ്റെ അവസ്ഥ എന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ശോചനീയ അവസ്ഥയാണ്. പക്ഷേ ഓപ്പറേഷൻ ഒളിമ്പിയ എന്ന് പറയുന്ന സെൻട്രലിൽ ഇപ്പം ഒരുപാട് നല്ല എന്താ പറയുക, ഒരു ഇൻഡോർ സ്റ്റേഡിയം ഉണ്ട് അവർക്ക് തന്നെ. അപ്പോൾ ഫെൻസിങ്ങിൻ്റെ എക്യുപ്മെൻറ്റ്സ് ഉണ്ട്. അപ്പോൾ ഫെൻസിങ് എന്ന് പറയുന്നത് ഒരു എക്സ്പെൻസീവ് സ്പോർട്ടാണ്. അപ്പോൾ ഇൻ്റർനാഷണൽ സ്പോർട്ടാണ്, ഒളിമ്പിക് സ്പോർട്ടാണ്. പിന്നെ അതുപോലെ തന്നെയാണ് എക്സ്പെൻസീവ് സ്പോർട്ടും കൂടെയാണ്. അതുകൊണ്ട് മാത്രം ഫെൻസിങ്ങിന് ആൾക്കാർ വരാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. അപ്പോൾ പാവപ്പെട്ട പിള്ളേർക്ക് ഫെൻസിങ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഒന്നീ സ്പോൺസർ വേണം, അല്ലെന്നുണ്ടെങ്കിൽ അവർ സ്വന്തമായിട്ട് പൈസ ഇറക്കണം. അല്ലാതെ ഫെൻസിങ് ചെയ്യുന്നത് ഒരു ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ്. കാരണം അത്രയ്ക്ക് മാത്രം എക്സ്പെൻസീവ് ആണ്. ഇപ്പോൾ ഒരു ബ്ലേഡ് തന്നെ ഇപ്പോൾ നമ്മളിപ്പം നോക്കിക്കഴിഞ്ഞാൽ ഒരു ബ്ലേഡ് എടുത്ത് ഒരു ചിലപ്പം വാങ്ങിച്ച് കൊണ്ടുവന്ന് 2 ടാർഗറ്റ് ചെയ്യുമ്പോൾ തന്നെ ബ്ലേഡ് കൊണ്ടുപോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ വീണ്ടും ബ്ലേഡ് വാങ്ങിക്കേണ്ടി വരും. അപ്പോൾ എൻ്റെ കരിയറിൽ തന്നെ ഞാനൊരു എങ്ങനെ പോയാലും ഒരു 10-30 ബ്ലേഡ് അടുപ്പിച്ച് വാങ്ങിച്ചതാണ്. ഞാനൊക്കെ പഠിക്കാൻ തുടങ്ങുമ്പോൾ ഭയങ്കര പ്രയാസമായിരുന്നു. കാരണം ഒരു വെപ്പൺ ഒടിഞ്ഞു പോയാൽ പിന്നെ അതിനെ കെട്ടിവെച്ച് ചെയ്യേണ്ടുള്ള അവസ്ഥ വരെ നമുക്ക് വന്നിട്ടുള്ളതാണ്. വളരെ ബുദ്ധിമുട്ടിയാണ് ഞങ്ങൾ തുടങ്ങിയ കാലത്ത് വന്നത്. ചൈനീസ് എക്യുപ്മെൻറ്റ്സ് മുതൽ ഇപ്പോൾ ഇൻ്റർനാഷണൽ ബ്രാൻഡായ ഓൾ സ്റ്റാർ, ലിയോൺ പോൾ അങ്ങനത്തുള്ള ഒരുപാട് എക്യുപ്മെൻറ്റ്സ് ഉണ്ട്. അതിൻ്റെ റേറ്റും ഇതിൻ്റെ റേറ്റും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. അതായത് ചൈനീസ് എക്യുപ്മെൻറ്റ്സ് എന്ന് പറയുമ്പോൾ ഒരു 2400-3000 രൂപയ്ക്കകത്ത് നമുക്കൊരു ബ്ലേഡ് വാങ്ങിക്കാമെന്ന്. അതേ സമയത്ത് നമുക്കിപ്പോൾ ഓൾ സ്റ്റാർ വാങ്ങിക്കാൻ നിൽക്കുന്നുണ്ടെങ്കിൽ 15 മുതൽ 20, 25 അങ്ങനെ ആ റേറ്റിലൊക്കെ പല റേറ്റിൽ നമുക്ക് പോകും. ആദ്യമായിട്ട് ഫെൻസിങ്ങിൽ ഒരു സീറ്റ് ഗവൺമെൻറ് ജോലിക്ക് കൊടുക്കണമെന്ന് പറഞ്ഞു. ഞാനാണ് ആദ്യം ഹൈക്കോടതിയിൽ ഒരു കേസ് അപ്ലൈ ചെയ്യുന്നത്. അന്ന് ഫെൻസിങ് 10 ഈവൻറ്റിൽ ഒരു ഈവൻ്റ് ആയിരുന്നു ഫെൻസിങ് എന്ന കല. അപ്പോൾ 10 ഈവൻറ്റിലെന്ന് പറഞ്ഞാൽ ക്രിക്കറ്റ്, അങ്ങനെ ഒരുപാട് ഈവൻറ്റുകൾ, ചെസ് അങ്ങനെയെല്ലാം ആണ്. അപ്പോൾ നമുക്ക് ജോലി കിട്ടാൻ ആർക്കും സാധ്യതയില്ലായിരുന്നു. അപ്പോൾ 2003 എൻ്റെ പേര് ലിസ്റ്റിലുണ്ടായിരുന്നു. അത് എന്തോ ഒരു ഇതിൽ അത് ക്യാൻസലായി. അങ്ങനെയാണ് ഞാനൊരു കേസ് ഫയൽ ചെയ്യുന്നത്. ഫെൻസിങ്ങിന് ഒറ്റ സീറ്റ് നിർബന്ധമാക്കണമെന്ന്. അങ്ങനെയാണ് ആ ഒരു ഓപ്പർച്യൂണിറ്റി ഇന്ന് എല്ലാ കുട്ടികൾക്കും കിട്ടുന്നുണ്ട്. എൻ്റെ പേര് പ്രഫുലാഷ് എന്നാണ്. ഞാൻ ഈ ഫെൻസിങ് ഫീൽഡിൽ വരുന്നത് 99ാമത്തെ കാലഘട്ടത്തിലാണ്. അപ്പോൾ ആ സമയത്ത് ഫെൻസിങ് വലിയ പോപ്പുലാരിറ്റി ആയിട്ടില്ലായിരുന്നു. കാര്യം സെൻട്രൽ സ്റ്റേഡിയത്തിൽ പ്രാക്ടീസ് രാധാകൃഷ്ണ സാറിൻ്റെ കീഴിലായിരുന്നു ആദ്യത്തെ പ്രാക്ടീസ്. ഇന്ത്യയിൽ ആദ്യത്തെ കോച്ചായിരുന്നു, പുള്ളിയുടെ കീഴിലായിരുന്നു ഞാൻ ആദ്യം ഫെൻസിങ് തുടങ്ങുന്നത്. അപ്പോൾ ആ സമയത്ത് ഞാൻ അണ്ടർ 19 ക്രിക്കറ്റ് ടീമിലുണ്ടായിരുന്നു, ഡിസ്ട്രിക്റ്റിൻ്റെ ഒരു സ്പിന്നറായിട്ടായിരുന്നു. അപ്പോൾ അതൊരു ഫെൻസിങ് എന്ന് പറഞ്ഞാൽ ഒരു ഒളിമ്പിക്സ് ഗെയിമാണ്, ഒരു ഇൻഡിവിജ്വൽ കാറ്റഗറിയിലായതുകൊണ്ട് നമുക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അങ്ങനെ അതുകൊണ്ടാണ് ഞാൻ ക്രിക്കറ്റ് അവോയ്ഡ് ചെയ്ത് ഫെൻസിങ്ങിലോട്ട് കൂടുതൽ കോൺസെൻട്രേഷൻ ചെയ്തു. അത് കഴിഞ്ഞ് ഞാൻ ആ ഇയറിൽ കഴിഞ്ഞു 2 കൊല്ലം കഴിഞ്ഞപ്പോൾ തന്നെ ഫസ്റ്റ് നാഷണൽ ഗെയിംസ് കളിക്കാനൊരു ഓപ്പർച്യൂണിറ്റി എനിക്ക് കിട്ടി. അതിൻ്റെ സെലക്ഷനിൽ എനിക്ക് ക്വാളിഫൈ ചെയ്യാം. ലുധിയാനയിൽ വെച്ച് നടന്ന ആദ്യത്തെ നാഷണൽ ഗെയിംസിൽ എനിക്ക് പങ്കെടുക്കാൻ പറ്റും. ഒരു ഏകദേശം ഒരു 25 നാഷണൽ ചാമ്പ്യൻഷിപ്പ് ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. അതിൽ ഞാൻ കണ്ടിന്യൂസ് ഒരു സ്റ്റേറ്റ് റെക്കോർഡ് എന്ന് പറയുന്നത് 9 years കണ്ടിന്യൂസ് ഗോൾഡ് മെഡലാണ് 1 ഈവൻറ്റിൽ. ആ റെക്കോർഡ് ആരും ബ്രേക്ക് ചെയ്തിട്ടില്ല. അപ്പം ഞാൻ പഠിപ്പിച്ച 3 കുട്ടികൾക്കാണ് ആദ്യം കേരളത്തിൽ ഫസ്റ്റ് 3 പേർക്ക് ജോലി കിട്ടിയത്. അത് 3 ഡിപ്പാർട്ട്മെൻറ്റിലായിട്ട് ഇവർ കൊടുത്തതാണ്. ഇപ്പോൾ സെൻട്രൽ ഗവൺമെൻറ് ആയാലും സ്റ്റേറ്റ് ഗവൺമെൻറ് ആയാലും ഇപ്പോൾ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഇപ്പോൾ ഫെൻസേഴ്സിന് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ തന്നെ ഈയിടയ്ക്ക് തന്നെ ഇപ്പോൾ നാഷണൽ ഗെയിംസ് കഴിഞ്ഞതും ഒരു 16 ഫെൻസിങ് പ്ലെയേഴ്സിന് ഇപ്പോൾ ഗവൺമെൻറ് ജോലി തസ്തികയിൽ അവർക്ക് ജോലി കിട്ടി. പിന്നെ അതുമാത്രമല്ല 249 കായിക താരങ്ങളിൽ ഒട്ടുമിക്കതും ഫെൻസിങ് ആണെന്ന് തന്നെ പറയാൻ വേണമെങ്കിൽ. കാരണം ഒരുപാട് പെൺകുട്ടികൾക്കും ഒരുപാട് ആൺകുട്ടികൾക്കും ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് കിട്ടി. ഇപ്പോൾ അത് മാത്രമല്ല, ഇപ്പോൾ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ പുതിയ ആക്ട് പ്രകാരം ഇപ്പോൾ ഫെൻസിങ് എന്ന് പറഞ്ഞൊരു ഗെയിമും അവർ, അതായത് ഇപ്പോൾ റെയിൽവേ അങ്ങനത്തുള്ള കുറേ എന്താ പറയുക സെക്ടേഴ്സിൽ ഇപ്പോൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഇതിൽ വളരെയധികം ബുദ്ധിമുട്ടുകൾ നമ്മൾ അനുഭവിച്ചതെന്ന് പറയുന്നത് കോച്ചസ് വളരെ കുറവായിരുന്നു കേരളത്തിൽ. പിന്നെയാണ് 2000-ലാണ് ആദ്യം NIS സ്റ്റാർട്ട് ചെയ്തത്. നേതാജി സുഭാഷ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പോർട്സ് പട്ടിയാലയിൽ NIS പട്ടിയാലയിൽ സ്റ്റാർട്ട് ചെയ്തത് 2000-ലാണ്. ആ 2000 കോഴ്സിന് ശേഷമാണ് നമ്മുടെ ഇവിടുന്ന് തന്നെ ഞാൻ പഠിപ്പിച്ച കുട്ടികൾ തന്നെ ഒരു 4-5 പേര് ഇപ്പോൾ കോച്ചായിട്ട് വർക്ക് ചെയ്യുന്നു. അങ്ങനെ കുറേ സ്പ്ലിറ്റ് ഔട്ട് ചെയ്തപ്പോഴത്തേക്ക് കുറേ എല്ലാ ജില്ലകളിലും കോച്ചസായി. ഞാൻ ഇപ്പോൾ കറൻ്റ് വർക്കിംഗ് ആയിട്ട് ഇടുക്കിയാണ് എൻ്റെ സെൻറ്റർ. രാജാക്കാട് SNVHS NRCT എന്ന് പറഞ്ഞ ഒരു സ്പോർട്സ് സ്കൂളിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്, അണ്ടർ കേരള സ്റ്റേറ്റ് സ്പോർട്സ് കൗൺസിൽ. ഞാൻ 2008 മുതൽ ഫെൻസിങ്ങിൽ വന്നതാണ്, പ്രാക്ടീസ് ചെയ്യാൻ വന്നതാണ്. കേരള സ്റ്റേറ്റ് സ്പോർട്സ് കൗൺസിലിൻ്റെ RCC സെൻറ്ററായ സെൻട്രൽ സ്റ്റേഡിയത്തിലാണ് ഞാൻ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ എൻ്റെ മെയിൻ ഇവൻറ്റ് ഫോയിൽ എന്ന് പറഞ്ഞ ഇവൻ്റ് ആയിരുന്നു. പിന്നെ ഒരു 2013 വരെ ഞാൻ കളിച്ചു. നാഷണൽസും കുറേ
മെഡലൊക്കെ കൂട്ടി വാരി. പിന്നെ അതിനുശേഷം പിന്നെ നിർത്തേണ്ട ഒരു അവസ്ഥ വന്നു. എന്നിട്ട് 2013 ഞാൻ പോയി ഡിഗ്രി കഴിഞ്ഞതിന് ശേഷം ഞാൻ നേരെ പട്ടിയാല പോയിട്ട് NSNAS സർട്ടിഫിക്കറ്റ് എടുത്തു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ 2015 ആദ്യമായിട്ട് കേരള സ്റ്റേറ്റ് സ്പോർട്സ് കൗൺസിലിൽ ജോലിക്ക് കയറി. ഇപ്പോഴും കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഏതാണ്ട് ഒരു 7 വയസ്സായ കുഞ്ഞിനെ, ആൺകുട്ടികളായാലും പെൺകുട്ടികളായാലും 7 വയസ്സായ കുട്ടികളെ സെലക്ട് ചെയ്ത് അവിടുന്ന് നമ്മൾ വളർത്തിയെടുത്തുകൊണ്ട് വരുന്നത് മാത്രമേ നമുക്കതിൽ ബെനിഫിറ്റ് ഉള്ളൂ. അതിനെ വാർത്തെടുത്ത് മിനി, കേഡറ്റ്, സബ് ജൂനിയർ, ജൂനിയർ, സീനിയർ ഈ ലെവലിൽ കൊണ്ടുവന്ന് പ്രാക്ടീസ് കൊടുത്താലേ പ്രയോജനമുള്ള. ഈവൻ ഒളിമ്പിക്സിന് പോകുന്ന കുട്ടികൾക്കായിരുന്നു ശരി തന്നെ. ഇപ്പം ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തമിഴ്നാട്ടിൽ നിന്നൊരു കുട്ടി അത് മിക്കവാറും ക്വാളിഫൈ ചെയ്യുന്നതാണ് പറയുന്നത്. അതിനെപ്പറ്റി ഇതുവരെ ഒരു കിട്ടിയിട്ടില്ല. ചിലപ്പോൾ ക്വാളിഫൈ ചെയ്യും. അങ്ങനെ ഉണ്ടാകുന്ന ഇഷ്ടംപോലുണ്ട്. ആ കുട്ടിക്ക് ഒന്ന് ആലോചിച്ച് നോക്കണം. കംപ്ലീറ്റ് സ്പോൺസറാണ്. കംപ്ലീറ്റ് സ്പോൺസർ മീൻസ് കംപ്ലീറ്റ് ഗവൺമെൻറ് ഓഫ് തമിഴ്നാട്. ഇവിടെ അല്ല. ഞാൻ മിക്കവാറും മനസ്സിലാക്കിയതിന് ഇവിടെ സ്ഥായി കൊണ്ടുപോകുന്ന കുട്ടികളിൽ കുറേ എക്സ്പോഷേഴ്സ് ഉണ്ട്. പക്ഷേ അതിലൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഈ ടൂർണമെൻറ്റ്സിനെ കൊണ്ടുപോകേണ്ട. അല്ലാതെ ലോക്കൽ ഇഷ്ടംപോലെ കോമ്പറ്റീഷൻസ് ഉണ്ട്. ലോക്കൽ വേറെ രാജ്യങ്ങൾക്ക്, ഒത്തിരി രാജ്യങ്ങളിൽ ചെറിയ കോമ്പറ്റീഷൻ, അതിനൊന്നും കൊണ്ട് പാർട്ടിസിപ്പേറ്റ് കാര്യമില്ല. നമ്മൾ പാർട്ടിസിപ്പേറ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് ബെനിഫിറ്റ് ഉള്ളൂ. ചെറിയ ഒത്തിരി ഉണ്ട്. ഒത്തിരി ക്ലബ്ബുകളുള്ള പലരുണ്ട്. ആ ക്ലബ്ബിലുള്ള ഒത്തിരി ടൂർണമെൻറ്റ്സ് ഉണ്ട്. അതിലൊന്നും പങ്കെടുത്തിട്ട് കാര്യമില്ല. നമ്മൾ പങ്കെടുക്കേണ്ടത് നാഷണൽ ചാമ്പ്യൻഷിപ്പ് കഴിഞ്ഞാൽ നേരെ ഏഷ്യൻ ഗെയിംസ്, ഏഷ്യൻ ചാമ്പ്യൻഷിപ്പ്, വേൾഡ് ചാമ്പ്യൻഷിപ്പ്, വേൾഡ് കപ്പ് ഇങ്ങനെയുള്ള കളിച്ച് മാത്രമേ നമുക്ക് പ്രയോജനം വരുള്ളൂ. അതിന് വേണ്ടത് ഈ ചെറിയ കളിച്ച് തന്നെ വേണം. പക്ഷേ എന്നാലും എല്ലാ പ്രാവശ്യവും അത് മാത്രം കളിച്ച് കഴിഞ്ഞാൽ യാതൊരു പ്രയോജനമില്ല. നമ്മളെ ആ ഉദ്ദേശം എന്താണ്? നമ്മൾ ഇൻ്റർനാഷണൽ ലെവലിൽ മെഡൽ കിട്ടാൻ, നാഷണലിലേക്കല്ല ഇൻ്റർനാഷണൽ ലെവലിലേക്ക് മെഡൽ കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ വരുന്നത്. എല്ലാ കുട്ടികൾക്കും ഉള്ളവരെന്ന് പറഞ്ഞത് ഒരു ജോലി, ആ കളിയോടുള്ളൊരു ആത്മാർത്ഥത ഞാൻ ഒരിക്കലും കാണുന്നില്ല കുട്ടികൾ. വളരെ കുറച്ച് ആൾക്കാർക്കേ ഉള്ളൂ. ഒരു പെർട്ടിക്കുലർ ലെവലിൽ കളിക്കുക, നാഷണൽ മെഡൽ വാങ്ങിക്കുക, പെട്ടെന്ന് എവിടെയെങ്കിലും ജോലി കൂട്ടി പോകാൻ. അതാണ് എല്ലാ നമ്മുടെ ഇന്ത്യയിൽ നടക്കുന്ന ഒരു കുഴപ്പമാണ്. പിന്നെ അൺനെസറി ഇൻ്റർവെൻസ് പൊളിറ്റിക്സ്. ആഗോളതലത്തിൽ തന്നെ ഖ്യാതി നേടിയ മത്സര ഇനമായിരുന്നിട്ടും രാജ്യത്ത് ഫെൻസിംഗ് പലപ്പോഴും തഴയപ്പെടുകയാണ്. അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്താതെ, കായിക താരങ്ങൾക്ക് വേണ്ട പിന്തുണ നൽകാതെ ഫെൻസിംഗ് മുഖ്യധാര കായിക ഇനങ്ങൾക്ക് ഇടയിൽപ്പെട്ട് ഞെരിയുകയാണ്. ഈ പ്രവണത മാറി ഭവാനി ദേവിയെ പോലുള്ള താരങ്ങളെ ഇനിയും വാർത്തെടുക്കാൻ കഴിയുന്ന പ്രമുഖമായ ഒരു കായിക ഇനമായി ഫെൻസിംഗ് ഉദിക്കുമെന്ന് തന്നെ നമുക്ക് പ്രത്യാശിക്കാം. എല്ലാ ഗെയിമിലും മീഡിയ കവർ ചെയ്യണത് കണ്ടിട്ടുണ്ടോ? ഫുട്ബോൾ, ക്രിക്കറ്റ് പറയണ്ട, ക്രിക്കറ്റ്, ഫുട്ബോൾ, ടേബിൾ ടെന്നീസ്, ബാസ്കറ്റ് ബോൾ ഇതെല്ലാം കവർ ചെയ്ത്, ഫെൻസിങ് മാത്രം കവർ ചെയ്ത്. സ്പോൺസേഴ്സ് ഇല്ല. അവർ പറയുന്നത് എന്തെങ്കിലും ഇത്രയും വരെ വെച്ച് സ്പോൺസർ ചെയ്യുന്നത് ശരിയാണ്. പറയുന്നത് നോക്കി ശരിയാണ്. അവർക്ക് എന്ത് ബെനിഫിറ്റ്, നമുക്കെന്ത് ബെനിഫിറ്റ് എന്നാണ് അവർ സ്പോൺസേഴ്സ് ചോദിക്കുന്നത്.